ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡിസംബർ ആവാറായി, 2025 അങ്ങനെ തീർന്നു. ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. എൻ്റെ വീട്ടിലത്തെ ജേഗാർഡ് സർവീസ് ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് പണിക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ മതി ഇതെല്ലാം ക്ലീൻ ആക്കാൻ. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി തൊട്ട് തീണ്ടിട്ടില്ലാത്തൊരു ബോഡിയാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സൂര്യനൊന്ന് പണി കൊടുക്കാനും സൂര്യനില്ല. ഇന്നലെ ഞാൻ ലുലു മാളിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് പീരിയഡ്സ് പൊട്ടി മുളച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ തളർത്തില്ല. എനിക്ക് ക്ലീൻ ആക്കണം തോന്നി കഴിഞ്ഞാൽ ക്ലീൻ ആക്കിയിട്ട് തന്നെ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വീടിൻ്റെ അവസ്ഥ. ഇന്നലെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഒതുക്കലുണ്ടായിട്ടുള്ള അലങ്കോലപ്പണികളാണ് ഇതെല്ലാം. ഈ ബണ്ണ് ഞാൻ എന്തിനാണ് വാങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരും ഗസ് ചെയ്ത് കമന്റ് ചെയ്യണം. ഞാൻ ഈ പീരിയഡ്സിന്റെ സമയത്ത് ഇത്രയും പണിയെടുക്കുന്നതിന് കാരണക്കാരി പേളിമാണിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ. പേളിമാണിയുടെ വീടിന്റെ റെനോവേഷൻ വീഡിയോ കണ്ടിട്ട് മോട്ടിവേഷൻ എനിക്ക് തലക്കടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വയ്യാത്ത സമയത്ത് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. രാവിലെ തന്നെ എനിക്ക് ബുക്കാരോ ചിന്നക്കുട്ടിയായിരുന്നു. കാരണം പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വിശപ്പോട് വിശപ്പാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലാത്തപ്പോൾ നിനക്ക് ഒട്ടും വിശപ്പില്ലാത്ത പോലെ. ശരിയാണ് ഗൈസ്, എനിക്ക് വിശപ്പുണ്ട്, പക്ഷെ ഞാൻ ഗുണ്ടയല്ല. എൻ്റെ ഭാഗ്യത്തിന് ഇന്നലെ ഞാൻ ഫോറമാളിൽ നിന്ന് പാലപ്പവും ചിക്കൻ മപ്പാസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടാവും ബാക്കിയുള്ള പരിപാടികളെന്ന് വിചാരിച്ചു. ചായപ്പൊടി പൂർണ്ണമായിട്ട് നിർത്താമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഒരു കോഫി അഡിക്റ്റ് ആയിട്ട് ദിവസത്തിൽ ഇതുപോലെ ഒരു 4 കപ്പ് കോഫിയാണ് ഞാൻ ഉള്ളിലേക്ക് അവാഹിച്ചെടുക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം ഞാൻ കൂടാതെ അനുഭവിക്കുന്നതാണ്. അങ്ങനെ ഞാനൊരു 4 പാലപ്പം കഴിച്ചു തീർത്തു. ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടക്കാം. പണിയായുധത്തിൽ മെയിൻ ആയിട്ടുള്ള ഈ ഒരു മാറാമ്പലച്ചൂല് എൻ്റെ ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഹൈപ്പർ ആക്റ്റീവ് ക്ലീനിങ്ങിൽ അത് ഞാൻ ഒടിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിന്റെ കയ്യിലിരിക്കുന്നത് മാറാമ്പലച്ചൂലല്ലേ പെണ്ണുമ്പിള്ളയെന്ന്. ശരിയാണ്, ഇത് മാറാമ്പലച്ചൂലാണ്. പക്ഷേ ഇത് എൻ്റെ അല്ല. ഞാൻ താഴത്തെ ആൻറ്റിയുടെ നിന്ന് സൗമ്യമായ ഭാഷയിൽ ചോദിച്ച് വാങ്ങി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതെന്റെ ഹൈപ്പർ ആക്റ്റീവ് ക്ലീനിങ്ങിന് ശരിയാവില്ല. കാരണം എല്ലാവരുടെ സാധനമാണ്. ഒടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ വാങ്ങി കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വന്തമായിട്ട് ഒരു മാറാമ്പലച്ചൂല് പോലും വാങ്ങാൻ ചേച്ചിയുടെ കാശില്ല. എൻ്റെ കാശുണ്ട്, പക്ഷേ ഞാൻ താഴത്തെ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക്. പിന്നെ ടുഡേസ് സൺഡേസ് ഹോളിഡേ. പിന്നെ അങ്ങേ ലോകത്തുള്ള കടകളിലൊന്നും പോകാനുള്ള ടൈം എനിക്കില്ല. ഈ പണി എനിക്ക് ഇന്ന് ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ ഇന്റർനാഷണൽ കംഫർട്ടബിൾ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം മടഞ്ഞിട്ട് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല പണിയെടുക്കാൻ. തലോണയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അതേത്തെ പൊടിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ബെഡും മാറ്റണം. ഇതിലത്തെ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് വേണം എനിക്ക് മാറാല തട്ടാൻ തുടങ്ങാനായിട്ട്. മാറാല എവിടെയാണോ തട്ടുന്നത് അവിടെയുള്ള സാധനങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് പാലായനം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അതാകുമ്പോൾ ഈ സാധനങ്ങളൊന്നും പൊടിയായിട്ടുണ്ടാവില്ല. നമുക്ക് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ തന്നെ കൊണ്ടുപോയി. പിന്നെ രാവിലെ തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ലില്ല. ആദ്യം തന്നെ മോസ്കിറ്റോ നെറ്റ് അങ്ങോട്ട് വലിച്ച് പറിച്ചെടുത്തു. ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ് കാരണം മോസ്കിറ്റോ നെറ്റ് സമാധി ആയിട്ടുണ്ട്. ഞാൻ ഊരിയിട്ട് അതിന്റെ പരിപ്പ് ഇളക്കി. പക്ഷേ പേടിക്കാനൊന്നുമില്ല. മീഷോ എന്ന് പറഞ്ഞ് 200 ബിലോക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ഓർഡർ ചെയ്യും. അത്രയും റെന്റിന് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. കൊച്ചിയിലുള്ള കൊതുകിനെ വരട്ടാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഒരു മോസ്കിറ്റോ നെറ്റ്. ഞാൻ ഈ സാധനം ഒട്ടിച്ച പിന്നെ ഉള്ളിലേക്ക് ഒറ്റ കൊതുകും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഡാമേജ് ആയി. ഞാൻ എന്തായാലും ഒരെണ്ണം പുതിയത് ഓർഡർ. ഈ സാധനം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൻഡോസ് ഒക്കെ തുറന്നിടാമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. ചൂടും മാക്സിമം കുറഞ്ഞു കിട്ടും. പിന്നെ കൊതുകടി കൊണ്ട് ചാവാനായിട്ട് ആർക്കാണ് ഇഷ്ടമുള്ളത്? പറഞ്ഞ് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടു ക്ലീനിങ്. അങ്ങനെ ഞാൻ ബെഡൊക്കെ എടുത്തിട്ട് ഹോളിലേക്ക് മാറ്റി. പായം കൂടെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫാൻ കണ്ടത്. ഫാൻ ഞാൻ 2 ദിവസം മുന്നേ ക്ലീൻ ആക്കിയതാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെയാണ് ഇത്രയും പൊടി വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളാലച്ചൂല് വെച്ച് അതിലത്തെ പൊടിയൊക്കെ തട്ടി കളയാം. കാരണം 2 ദിവസം മുന്നേ ക്ലീൻ ആക്കിയിട്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റിപ്പോയി. കാരണം അതിൽ നിന്ന് അടിക്കും തോറും പൊടി വന്നോണ്ടേ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കാം. അങ്ങനെ ആ പരിശ്രമം അവിടെ നിർത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് മാറാലേക്ക് അടിച്ചെടുത്തു. മാറാല അധികം ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര പൊടിയാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടെ എവിടെ നിന്നാണ് ഇത്ര അധികം പൊടി വരുന്നതെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതാണ്. എന്നാലും ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലപോലെ പൊടി കിട്ടും. അങ്ങനെ മാറാലേക്ക് അടിച്ചതിന് ശേഷം ഞാൻ ഫാൻ തുടയ്ക്കാൻ നിന്നു. ഫാനൊക്കെ ഞാൻ ചടപടയെന്ന് തുടച്ചെടുത്തു. കാരണം ഇതിലൊക്കെ ഞാൻ എക്സ്പേർട്ട് ആണ്. ഈ ഒരു ലാഡർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതിന് 2000 താഴെ എങ്ങാണ്ടേ റേറ്റ് വരുന്നുള്ളൂ. ഒരു വർഷത്തിന് മേലെയായിട്ടാണ് ഞാൻ ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇതിന് ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഫാനൊക്കെ തുടച്ചതിന് ശേഷം ഈ ഒരു റാക്കത്തെ പൊടിയും കൂടെ തട്ടിക്കളയാണ് കേട്ടോ. ഇവിടെ ഞാനൊന്നും വെക്കാറൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും ക്ലീൻ ആക്കി ഇടാറുണ്ട്. മോസ്കിറ്റോ നെറ്റ് നമ്മൾ ഒട്ടിക്കുന്നത് വെൽക്രോ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പറിച്ചെടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ്. കാരണം എന്തായാലും പുതിയത് വാങ്ങി ഒട്ടിക്കണം. അയ്യോ, നമ്മൾ നമ്മുടെ മലയാളത്തിൽ നിറഞ്ഞ ഭാഷയിൽ നിന്ന് കൂതർ ഭാഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ മലയാളത്തിലുള്ള ഭാഷ. അങ്ങനെ മോസ്കിറ്റോ നെറ്റിന്റെ സമാധി അവശിഷ്ടങ്ങളൊക്കെ ഞാൻ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. പിന്നീട് ഞാൻ കർട്ടനൊക്കെ അങ്ങോട്ട് ഊരിയെടുക്കും. കർട്ടനുകളെല്ലാം കഴുകിയിട്ട് കഴിഞ്ഞാൽ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴത്തേനും അത് നമുക്ക് ഉണങ്ങി കിട്ടും. കർട്ടൻ മുക്കിക്കുന്നതിന്റെ കൂടെ തന്നെ ഇന്നലെ ഗ്രോസറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബാഗും കൂടെ ഞാൻ മുക്കി വെക്കുന്നുണ്ട്. അത് മുക്കി വെക്കുന്ന സമയത്താണ് ഞാൻ വെള്ളം തീരാറായെന്ന് മനസ്സിലാക്കി. ഇടാൻ വേണ്ടി നടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. കാലിൽ സോപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വഴിക്ക് അങ്ങോട്ട് ചന്തി കുത്തി വീഴാൻ പോയി. ഭാഗ്യത്തിന് വേറൊന്നും പറ്റി. ക്ലീനിങ് എന്ന് പറയുന്നത് തന്നെ വളരെ സാഹസികത നിറഞ്ഞൊരു ജോലിയാണ്. അതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ. കർട്ടനൊക്കെ സോപ്പിൽ മുക്കി വെച്ചതിന് ശേഷം ഞാൻ വിൻഡോയിലുള്ള പൊടികളൊക്കെ ഇതുപോലെ ചൂല് വെച്ചൊന്ന് തട്ടി. ഇങ്ങനെ തട്ടി കൊടുത്താൽ പൊടിയെല്ലാം പോകും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. നനഞ്ഞ തുണി വെച്ച് തന്നെ തുടയ്ക്കണം, എന്നാൽ എന്നെ പോകും. അങ്ങനെ തുടയ്ക്കുന്ന തുണി ഒരു 10 തവണ കഴുകി ഞാൻ 2 വിൻഡോസും തുടച്ചെടുത്തു. എന്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, അപ്പുറത്തെ വിൻഡോ തുടയ്ക്കുന്ന ദൃശ്യം എന്റെ ക്യാമറയിൽ പതിഞ്ഞില്ല. കാരണം എന്റെ ഉള്ളിലെ ക്യാമറമാൻ അപ്പോൾ ക്യാമറ ഓഫ് ആണ് ചെയ്തത്. അല്ലാണ്ട് ഞാൻ തെറ്റി. അങ്ങനെ വിൻഡോ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം തറയിൽ വീണ എല്ലാ പൊടികളും ഞാൻ അടിച്ചു വാരി എടുത്തു. ഇവിടെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനായി. വെള്ള ടൈലായതുകൊണ്ട് തന്നെ പൊടികളൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നല്ല സൂക്ഷ്മമായിട്ടാണ് കേട്ടോ എല്ലാം ക്ലീൻ ആക്കി. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ കൂളറിലുള്ള പൊടി തട്ടിക്കളയാന്നുള്ളതാണ് കേട്ടോ. എത്ര തട്ടിയാലും അതിൻ്റെ ഉള്ളിലത്തെ പൊടികൾ അങ്ങനെ പോവില്ല. എനിക്ക് തോന്നുന്നത് വാക്യൂം ക്ലീനർ വെച്ചാലേ അതങ്ങോട്ട് ക്ലീൻ ആവുള്ളൂ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കൂളറാണ് കേട്ടോ. നല്ല അടിപൊളി കൂളറാണ്. ഭയങ്കര കാറ്റാണ്. 10,000 റുപ്പീസിനാണ് കേട്ടോ ഞാൻ ഈ സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. AC വാങ്ങി അധികം പൈസ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കൂളർ വാങ്ങിയതാണ്. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ കാറ്റാണ്. ഇതിന്റെ വാട്ടർ ഫില്ല് ചെയ്യുന്ന ടാങ്ക് വലിയ
ടാങ്ക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വെള്ളം ഫില്ല് ചെയ്യാറില്ല. വാട്ടറിന്റെ സംഭവം ഞാൻ എപ്പോഴും ഓൺ ആക്കാറില്ല, കാരണം അല്ലാണ്ട് തന്നെ ഭയങ്കര കാറ്റാണ്. വാട്ടറിന്റെ പൈപ്പും കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ തണുത്ത് വിജൃംഭിച്ചു പോകും. അങ്ങനെ നമ്മൾ റൂമിന്റെ ടോട്ടൽ ക്ലീനിങ് കഴിഞ്ഞ് റൂമിൽ നിന്ന് എടുത്ത സാധനങ്ങൾ അതേപോലെ തന്നെ അടുത്തത് ഹോള് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. ഹോള് കുറച്ച് മാറാലി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ആക്കി. രണ്ട് സൈഡും ക്ലീൻ ആക്കി കേട്ടോ. ഇത് ഒരു സൈഡാണ്, അപ്പുറത്തെ സൈഡാണ്. അതിന്റെ കൂടെ തന്നെ ബാത്റൂമിലുള്ള മാറാലിയും കൂടി ഞാൻ അടിച്ച് കളയുന്നുണ്ട്. ബാത്റൂമിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് അടിച്ചു. അതുപോലെ തന്നെ അപ്പുറത്തെ റൂമും അലങ്കോലാക്കി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഒതുക്കി പെറുക്കി മാറാലേക്ക് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. പിന്നെ മാറാലടിക്കാനുള്ളത് കിച്ചണാണ് കേട്ടോ. ഈ ഒരു ട്യൂബ് ലൈറ്റിന്റെ അവിടേക്ക് എന്തൊക്കെയോ പ്രാണികൾ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നല്ലപോലെ തട്ടിക്കളഞ്ഞു. ചുറ്റുള്ള മാറാലൊക്കെ ഞാൻ അടിച്ചെടുത്തു. സംഗീതം എന്റെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുമ്പോൾ ചെവി പൊട്ടുന്ന രീതിയിൽ പാട്ട് വെച്ചിട്ടാണ് ഞാനിവിടെ ജോലി ചെയ്യാൻ എല്ലാവരും ഞാൻ അറിയിക്കാറുള്ളത്. അങ്ങനെ മാറാലടിക്കലെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്ഥലം കൂടെ അടിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കാൻ തുടങ്ങാം. ഈ റൂമിലത്തെ കേട്ടൻസ് ഞാൻ ഓൾറെഡി 2 ദിവസം മുന്നേ കഴുകിയതാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത് എടുക്കുക. അതുകൊണ്ട് തന്നെ എന്താ ഈ റൂമിലത്തെ കേട്ടൻ മാത്രം കഴുകാത്തെന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിരോധിച്ചിരിക്കും. അങ്ങനെ മ്യൂസിക്കിന്റെ ശക്തി കൊണ്ട് ഞാൻ ഈ റൂമൊക്കെ ക്ലീൻ ആക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ആ ഒരു സംഭവം കണ്ടത്. അതെ, അലങ്കോലത്തിൽ അലങ്കോലമായി കിടക്കുന്ന എന്റെ മേശ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഈ ഒരു സംഭവം ക്ലീൻ ആക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തു. കാരണം ഇത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്. പെർഫ്യൂംസ്, മേക്കപ്പ് പ്രോഡക്ട്സ്, ഹെയർ ആക്സസറീസ്, മെഡിസിൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൃംഖലയാണ്. അങ്ങനെ വളരെ നേരത്തെ പ്രയത്നത്തിന് ശേഷം മേശ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടി. അതിനുശേഷം ആ റൂം ഞാൻ നല്ല രീതിയിൽ ഒന്ന് അടിച്ചു വാരി എടുത്തു. ഇനി ഞാൻ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ് കേട്ടോ. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫിന്റെ മുകളിലൊക്കെ പൊടി വേണ്ടിട്ടുണ്ട്. നമ്മൾ മാറാല തട്ടിയപ്പോൾ ആദ്യം അത് തട്ടി കൊടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഷെൽഫിന്റെ മുകളിലും ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ വേണ്ടിട്ടുണ്ടായിരുന്ന പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. 2 വിൻഡോസും ക്ലീൻ ആക്കി. ഈ ഒരു റാക്കും കൂടെ ക്ലീൻ ആക്കുന്നുണ്ട്. ചൂലും കൂടെ വെച്ച് ക്ലീൻ ആക്കിയാലാണ് കേട്ടോ മാറാലടിച്ചപ്പോൾ വേണ്ടിട്ടുണ്ടായിരുന്ന മാറാലയും പൊടികളൊക്കെ ഒന്ന് നല്ല രീതിയിൽ പോയി കിട്ടും. തുടക്കി ഉപയോഗിക്കുന്ന തുണി ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുന്ന ഒരു അസുഖം. കഴുകണേന് അതിൻ്റെതായ ഗുണമുണ്ട്, കാരണം അതിൽ അഴുക്ക് അധികം പറ്റി പിടിച്ചിരിക്കില്ല. നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ട്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെള്ളം പോകാൻ വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഞാൻ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. കാരണം മാറാലടിച്ചപ്പോൾ എന്തായാലും ഇതിൽ നല്ല പൊടി വേണം. ഒരു കഴുകാനുള്ള മടിക്ക് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് ക്ലീൻ ആക്കാണ് കേട്ടോ. എന്നിട്ട് നനഞ്ഞ തുണി വെച്ച് നല്ല രീതിയിൽ അതിലത്തെ സോപ്പൊക്കെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ പണി എന്ന് പറയുന്നത് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പരത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ ഞാൻ കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്തു. ഷെൽഫിൽ നിന്ന് എടുത്ത സാധനങ്ങൾ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് എനിക്കൊരു സ്റ്റോറേജ് ബക്കറ്റ് ഉണ്ട് കേട്ടോ, അതിലും കൂടെ കൊണ്ടുവച്ചു. അങ്ങനെ കൗണ്ടർ ടോപ്പ് ഞാൻ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവും ഞാൻ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. കിച്ചണിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ എന്റെ ക്യാമറയുടെ ആംഗിൾ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ ഇങ്ങനെ സാധിക്കും. ഇനി ഈ പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ എന്റെ കിച്ചൺ വൃത്തിയുടെ പൂർണ്ണതയിൽ എത്തും. കിച്ചൺ ക്ലീൻ ആയി കഴിഞ്ഞാൽ വീട്ടിലെ പകുതി പണി കഴിഞ്ഞു എന്നാണ് എന്റെ ഭൂമിശാസ്ത്രത്തിൽ ഞാൻ എന്നോട് തന്നെ പറയുന്നത്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. ഇനി ആ സിങ്ക് അങ്ങോട്ട് ഉരച്ച് കഴുകിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം. അങ്ങനെ ആ ഒരു കലാപരിപാടി അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കൗണ്ടർ ടോപ്പിന്റെ ഏരിയാസും കൂടെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ കിച്ചന്റെ കൗണ്ടർ ടോപ്പ് ഫുൾ ക്ലീൻ. ഇന്നത്തെ പരിപാടി ബാക്കിയുള്ള സ്ഥലവും അടിച്ചുവാരി എടുക്കുക, തുടങ്ങി. ഓൾറെഡി 2 റൂമും അടിച്ചുവാരി ക്ലീൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇനി കിച്ചണും ഹോളും മാത്രമാണ് കേട്ടോ അടിച്ചു വരാനോ. ഇന്നലെ സാധനങ്ങൾ വാങ്ങിയോണ്ടാണ് കേട്ടോ ഇത്രയധികം വേസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്രയധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെ വേസ്റ്റ് ഒക്കെ ഞാൻ എടുത്ത് കൊട്ടയിലാക്കിയിട്ട് പുറത്ത് കൊണ്ട് വെച്ചു കേട്ടോ. അത് നമ്മുടെ അടിച്ചുവാരലിനെ വളരെ ഈസി ആക്കി തരും കേട്ടോ. അങ്ങനെ കിച്ചണിൽ നിന്ന് അങ്ങനെ അടിച്ചുവാരി കൊണ്ടുവന്ന് ഹോളിന്റെ അറ്റം വരെ എത്തി. വിൻഡോ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കേർട്ടൻ ഒന്ന് മാറ്റിയപ്പോഴാണ് ഞാനൊരു ഗസ്റ്റ്, നമ്മുടെ സ്വന്തം പല്ലിച്ചേട്ടൻ. എനിക്കാണെങ്കിൽ പല്ലി എന്ന് പറഞ്ഞ സാധനത്തിന് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എപ്പോൾ കണ്ടാലും മറ്റേ ട്രാപ്പ് വെച്ചിട്ട് ഞാൻ കൊല്ലുകയാണ് ചെയ്യുക. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ പല്ലി എന്ന് പറഞ്ഞ സാധനത്തിന്. അതിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ റാറ്റ് ട്രാപ്പ് കൊണ്ടുവച്ചു കേട്ടോ. പക്ഷെ അത് എങ്ങനെയോ രക്ഷപ്പെട്ടു. എനിക്ക് ഈ പല്ലിന് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എപ്പോഴും ഈ ഒരു റാറ്റ് ട്രാപ്പ് 2-3 എണ്ണം വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. കിച്ചണിലെ വിൻഡോന്റെ അവിടെ ഈ ഒരു സാധനം ഞാൻ മിക്കപ്പോഴും തുറന്നു വെക്കും. അതാകുമ്പോൾ പല്ലിച്ചേട്ടന്മാർ വന്ന് അതിൽ ഡൈവ് ചെയ്യാറാണ് മിക്കപ്പോഴും. ആമസോണിൽ നിന്ന് ഞാൻ ഈ ഒരു സംഭവം വാങ്ങാറുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇവന്മാരെ നിർമ്മാർജ്ജനം ചെയ്യും. ഇവരെ നമ്മൾ തല്ലിക്കൊല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഇവർ മേത്തിക്ക് ചാടും. 2 പ്രാവശ്യം എന്റെ മേത്തിക്ക് ചാടിയിട്ട് എന്റെ കിളി പോയിട്ട്. അങ്ങനെ പറഞ്ഞ് നമ്മൾ എഗെയിൻ പമ്പ കടന്നിരിക്കുകയാണ്. ക്ലീനിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി. ഈ ഒരു ഷൂറാക്കും കൂടെ ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. കാരണം നേരത്തെ വന്ന അതിഥിയുടെ വല്ല ഫ്രണ്ട്സ് അതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഈ ഒരു ഷൂറാക്ക് ചേച്ചിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ്. ഈ പറയുന്ന പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അടിച്ചുവരൽ ഫുള്ള് കഴിഞ്ഞ് അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ തറ തുടയ്ക്കാനുള്ള ചൂടുവെള്ളത്തിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ കുറച്ച് വെള്ളം കൊണ്ട് കുടിച്ചു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. കുടിക്കാനുള്ള വെള്ളം അവസാന ഘട്ടത്തിലെത്തിയെന്ന് അപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പൊ തന്നെ ഞാൻ കാലൊക്കെ തേച്ച് കഴുകി വെള്ളം തിളപ്പിക്കാൻ. കുടിക്കാനുള്ള വെള്ളം നമ്മൾ എപ്പോഴും തിളപ്പിക്കുമ്പോൾ 10 മിനിറ്റ് നല്ലപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. എന്നാലാണ് അതിലത്തെ ജേംസ് ഒക്കെ ഡിസ്ട്രോയ് ആവും. ഞാൻ ഇന്നലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടായിരുന്ന മല്ലിയിലയുടെ വേരാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇതൊരു എക്സ്പെരിമെന്റിന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മുളച്ചു വരുമെന്ന് അറിയാം. തുടയ്ക്കാനുള്ള വെള്ളം തിളച്ചു വരുന്നതിന്റെ ഇടയിൽ നമുക്ക് കേർട്ടൻസ് ഒക്കെ കഴുകിയിടാം. അതാകുമ്പോൾ എല്ലാ പണിയും കഴിയുമ്പോഴത്തേനും കേർട്ടൻസ് ഒക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം കഴുകി മുകളിൽ കൊണ്ട് വിരിച്ച്. വെയിലെന്ന് പറഞ്ഞ സാധനമേ അവിടെ ഇല്ല. അതുകൊണ്ട് ഉണങ്ങണ കാര്യം ഗതാഗുക. കേർട്ടനൊക്കെ വിരിച്ച് വന്നപ്പോഴത്തേനും തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ചൂടുവെള്ളത്തിൽ കുറച്ച് ലൈസോളം കൂടെ മിക്സ് ചെയ്ത് ഞാൻ തുടയ്ക്കൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ചൂടുവെള്ളത്തിൽ തുടയ്ക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ്. അത് ഈ റൂമിൽ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തറ ഉണങ്ങുമ്പോൾ ബെഡ് അങ്ങോട്ട് വിരിച്ചു കൊടുക്കും. കട്ടില്ലാത്തതുകൊണ്ട് വൃത്തിയാക്കാനായിട്ട് ഈ ഒരു ബെഡ് ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കതും ഒരു കട്ടിൽ വാങ്ങുന്നത്. ഈ സംസാരത്തിന്റെ ഇടയിൽ അപ്പുറത്തെ റൂം ഞാൻ തുടച്ചെടുത്ത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കമന്റ് ഇടും ചേച്ചി ഒരു റൂം തുടച്ചില്ലല്ലോ എന്ന്. അതെല്ലാം കഴിഞ്ഞ് ഇതേ വാഷ് ബേസിന് ഞാൻ നല്ലപോലെ തേച്ചരച്ച് കഴുകി. തുടക്കാനുള്ളത് കിച്ചണും ഹോളും മാത്രമാണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിലുള്ള ക്ലീനിങ് കഴിഞ്ഞു. പിന്നെയുള്ളത് വീടിന് പുറത്താണ്. പുറത്ത് ഞാനൊരു 3-4 ലോക മഹായുധം വരെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത്ര നേരം ക്ലീൻ ആക്കി കഴിഞ്ഞ വേസ്റ്റ് മൊത്തം ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അവിടെ ഒരു വൃന്ദാവനം ഞാൻ സൃഷ്ടിച്ചു. ഇനി അത് മൊത്തം റിമൂവ് ചെയ്തിട്ട് വേണം എനിക്ക് ആ കോണി മൊത്തം ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. ഇതിലൊന്നും ഞാൻ തളരില്ല. കാരണം ഇതൊക്കെ എന്റെ ഒരു എന്റർടൈൻമെന്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ വീടിന്റെ ഉള്ളിലത്തെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ വൃന്ദാവനം. പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് മൊത്തം ഞാൻ മുകളിൽ കൊണ്ടുവച്ചുകൊണ്ട് അത്രയും വൃത്തികേട് അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. അങ്ങനെ എല്ലാ വേസ്റ്റ് ഞാൻ താഴെ കൊണ്ടുവച്ച് കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ചു. പ്ലാസ്റ്റിക് ഒക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇനി ഈ കോണിയും കൂടെ തുടച്ചു കഴിഞ്ഞാൽ എന്റെ തുടക്കൽ പണി അങ്ങോട്ട് മഴ വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ ഈ ഒരു കോണിയും കൂടെ തുടച്ച് ജനങ്ങൾ
ജനഗണമന പാടി ഞാൻ ഈ തുടക്കൽ പരിപാടി അങ്ങോട്ട് അവസാനം. തുടക്കൽ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാന്ന് വെച്ചപ്പോൾ മഴ ദിപ്പ പെയ്യുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ വിരിച്ച് തുണികളൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരേണ്ട അവസ്ഥയായി. എന്തായാലും തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പുറത്തുള്ള അഴയിൽ തന്നെ ഇടാൻ പറ്റുള്ളൂ. അഴ എന്തായാലും തുടക്കണം, കാരണം മാറാലേക്ക് അടിച്ചിട്ട് നല്ല പൊടി അതുമേ ആയിട്ടുണ്ടാവും. അങ്ങനെ മഴ പെയ്യണതിന് മുന്നേ ഞാൻ മുകളിൽ നിന്ന് എല്ലാ തുണികളും എടുത്ത് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിൽ ദേ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഒതുക്കിയാണ് കേട്ടോ എല്ലാം വിരിച്ചിട്ടിരിക്കുന്നത്. എല്ലാ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു, ഇനി നമുക്ക് കുളിക്കാം. സോറി, കുളിസിനില്ല കേട്ടോ. അപ്പൊ എല്ലാവരും പോയിട്ട് വരും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ട് മോയ്സ്ചറൈസർ മാത്രം എടുത്ത് തേച്ചു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള ഒരു മൂഡ് എനിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് എന്റെ സ്വഭാവം മാറുന്നത്. കണ്ടില്ലേ, ഞാൻ തന്നെ ചെയ്ത് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഒന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത്രയും ടയേർഡ് ആയിട്ടുണ്ട്. ഞാൻ നോക്കൂ, മുറ്റത്തൊരു മഴ. അധികം നേരം ഒന്നും മഴ ആസ്വദിക്കാൻ എനിക്ക് സമയമില്ല, കാരണം ഞാൻ ഭയങ്കര ടയർഡാണ്. ഇനി എനിക്ക് ചായ കുടിച്ചിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ഞാൻ എന്നെ തന്നെ ഒന്ന് അഡ്മയർ ചെയ്യുന്ന സമയമാണ് കേട്ടോ. ഞാൻ ക്ലീൻ ആക്കിയ സ്ഥലം ഒരു 10 പ്രാവശ്യം നോക്കിയിട്ട് സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സുഗന്ധത്തിനായിട്ട് 2 ചന്ദനത്തിരി കത്തിച്ച്. ലാവൻഡറിന്റെ സ്മെല്ല് വരുന്ന ചന്ദനത്തിരി ആണ് കേട്ടോ. എനിക്ക് ഈ ലാവൻഡറിന്റെ സ്മെല്ല് വരുന്ന ചന്ദനത്തിരിയും റൂം സ്പ്രേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചായ പരിപാടിയിലേക്ക് പോകാട്ടോ. ഇന്നലെ ഞാൻ മാളിൽ നിന്ന് സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങാന്ന് വിചാരിച്ചു. അതിന്റെ കൂടെ നല്ലൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ വരുന്ന സമയം കൊണ്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ കോഫിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇതേപോലെ ചായ കുടിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.